Namaste, welcome to our channel, The Wheel of Fortune 7-7 Tarot. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഒരു മിനിറ്റ്. അപ്പം ഞാൻ സാമ്പ്രാണ് നമ്മൾ കത്തിച്ച് വയ്ക്കത്തില്ലേ, അപ്പം അതിങ്ങനെ മറിഞ്ഞിട്ട് താഴേക്ക് പോയി. അപ്പം ഞാനത് എടുക്കുമായിരുന്നു. ഇനി വല്ലയിടത്തും പിടിച്ചു കഴിഞ്ഞാൽ തീയാവില്ലേ. സോ ഇത് ക്ലെൻസ് ചെയ്യാം. കത്തി ശരിക്കും പകുതി ആയിട്ടുണ്ട്, പക്ഷേ ഇത് നമ്മൾ റീഡിങ് ചെയ്യുന്നതല്ലേ, പേഴ്സണൽ റീഡിങ്. അപ്പോൾ ക്ലെൻസ് ചെയ്യണം നന്നായിട്ട്, അല്ലെങ്കിൽ ആ ഒരു എനർജി. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ് ആൻഡ് വ്യൂവേഴ്സ് ആൻഡ് പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. ഇത് ടിൻ ഫ്ലെയിംസിനാണെങ്കിലും നമ്മൾ ടിൻ ഫ്ലെയിം ഗൈഡൻസിൻ്റെ കാര്യം റീഡിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടിൻ ഫ്ലെയിംസ് ഗൈഡൻസ് കൊടുക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ടിൻ ഫ്ലെയിംസ് ഒക്കെ റെയറാണ് നമ്മുടെ റീഡിങ് കാണുന്നവർ. എല്ലാവരും ടിൻ ഫ്ലെയിം ആവണം എന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ ഒരു റീഡിങ് അപ്ലോഡ് ചെയ്യുമ്പോൾ അവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും. ഇനി ഇതെല്ലാം പറയുമ്പോൾ ഇത് എൻ്റെ പേഴ്സണും ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പം ഇനി ഞങ്ങൾ ടിൻ ഫ്ലെയിം ആണോ എന്നുള്ള രീതിക്കുള്ളൊരു തെറ്റിദ്ധാരണയും കാര്യങ്ങളും ഒക്കെ അവർക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, വെറുതെ അതുകൊണ്ടാണ് ഞാൻ ടിൻ ഫ്ലെയിം റീഡിങ്സ് ചെയ്യാത്തത്. ട്രീ ഓഫ് സോർഡ്സ്, the Hierophant, Nine of Swords, Nine of Pentacles, Four of Pentacles, Eight of Pentacles, Ten of Swords, Ace of Pentacles, and bottom of the deck King of Cups. Okay. സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജെമിനി, ലിബ്ര, അക്വേരിയസ് എയർ സൈൻ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എർത്ത് സൈൻ. ഏറ്റവും കൂടുതൽ എർത്ത് സൈനും എയർ സൈനുമാണ് ആക്റ്റീവായിട്ടുള്ളത് കേട്ടോ. പക്ഷേ കുറച്ചുകൂടെ ആക്റ്റീവായിട്ടുള്ളത് നമ്മുടെ എർത്ത് സൈനാണ്. എർത്ത് എന്തിനെയാണ് കാണിക്കുന്നത്? എർത്ത് കാണിക്കുന്നത് നമ്മളുടെ പ്രാക്ടിക്കൽ സൈഡിനെയാണ്. പ്ലസ് നമ്മളുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോടുള്ള ഒരു ഫോക്കസും കാര്യങ്ങളൊക്കെയാണ് എർത്ത് കാണിക്കുന്നുള്ളത്, എർത്ത് സൈൻ കാണിക്കുന്നുള്ളത്. എർത്ത് മീൻസ് വി പോസസ്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ പ്രാക്ടിക്കലായിട്ടുള്ള മൈൻഡിന് ഏറ്റവും കൂടുതൽ, അത് വലത് ബ്രെയിനിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എനർജിയാണ് നമ്മൾ എർത്ത് സൈൻസ് അല്ലെങ്കിൽ പെൻറ്റക്കിൾസ് എന്നുള്ളൊരു എനർജി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ വ്യക്തി ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ഒരു ടൈമിൽ പ്രയോറിറ്റി കൊടുക്കുന്നത് അവരുടെ മൈൻഡിനാണ്, പ്രാക്ടിക്കൽ സൈഡിനാണ് ഇവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബിക്കോസ് ബോട്ടം ഓഫ് ദി ഡെക്കിൽ കിങ് ഓഫ് കപ്സിൻ്റെ കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി അവരുടെ പ്രാക്ടിക്കലായിട്ടുള്ള മൈൻഡ് പറയുന്ന കാര്യങ്ങൾക്കാണ് ആളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നിങ്ങളുടെ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഇമോഷണൽ വൈസ് ഈ ഒരു റിലേഷനിൽ യാതൊരു തരത്തിലുള്ള ഒരു ആക്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വ്യക്തി എടുക്കുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. എടുക്കത്തുമില്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ബട്ട് റീകൺസിലേഷൻ പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 50-50 ചാൻസ് റീകൺസിലേഷന് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിലേഷനിൽ ഒത്തിരി അധികം എഫേർട്ടുകൾ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, ഒത്തിരി അധികം എഫേർട്ടുകൾ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടാവും. കാരണം 8 ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജീസാണ്. ഒത്തിരി അധികം എഫേർട്ട് എടുത്താൽ റിലേഷൻഷിപ്പിൽ ഒരു 1% ചേഞ്ചസ് വരും. ഓക്കെ, അതാണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങൾ ഇതാക്കി പറയല്ല, പക്ഷെ എനർജീസ് അങ്ങനെയാണ്.
നിങ്ങൾ ഒത്തിരി അധികം പ്രേയേഴ്സ് ചെയ്യുന്നുണ്ടാകും. എന്ന് മുതൽ ഈ റിലേഷൻ എൻഡായോ അന്ന് മുതൽ നിങ്ങൾ വളരെയധികം സ്പിരിച്വാലിറ്റിയിലേക്കായിട്ടുണ്ടാവും, സ്പിരിച്വൽ ആയിട്ടുണ്ടാവാം, ഡിവൈനിന് പ്രെയർ ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ പ്രാർത്ഥിക്കാത്ത കാര്യങ്ങളില്ല. റിലേഷൻ എന്ന് എൻഡ് ചെയ്തോ അന്ന് മുതൽ നിങ്ങൾ അമ്പലങ്ങളിൽ പോയി പ്രെയർ ചെയ്യുന്നു, വഴിപാടുകൾ നടത്തുന്നു, പള്ളിയിൽ പോയി പ്രെയർ ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്യാത്തതായിട്ട് ഉള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. ഓക്കെ, ഇപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു വ്യക്തിയാണ്, നിങ്ങൾ ഇവരെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്, ബട്ട് സ്റ്റിൽ നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു വ്യക്തിയുണ്ട്. സ്റ്റിൽ നിങ്ങൾക്ക് ഇവർ വേണമെന്നുള്ള രീതിക്കായിരിക്കാം നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നത്, നിങ്ങൾ കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നത്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുമ്പോൾ അവർ വേണം എന്നുള്ളൊരു തോട്ട്സിലേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കുക. അതൊരിക്കലും സെൽഫ് ലവ് അല്ല. അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ അതിലുണ്ടാവില്ല. ജസ്റ്റ് ഓക്കെ, ആൾ എൻ്റെ അടുത്തേക്ക് തന്നെ വരും, അത് എനിക്കുള്ളതാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരും എന്നുള്ളൊരു എനർജിയിൽ നിൽക്കുക. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചിട്ട് കിട്ടിയെങ്കിൽ കൊള്ളാം, അത് നല്ല കാര്യമാണ്. കിട്ടിയില്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല കാര്യമാണ്. കാരണം എന്താ, നമ്മൾ കാണാത്ത പല കാര്യങ്ങളും ദൈവം അതറിയുന്നുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു എനർജിക്ക് ദൈവം നമ്മളെ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു എനർജീസാണ് എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഒരു റിലേഷനിലും ഒരു വ്യക്തിയിലും കൂടുതലായിട്ട് നിങ്ങൾ അഡിക്റ്റഡ് ആവാതിരിക്കുക. കാരണം അത്രയും ഒരു എഫേർട്ടും ഒരു ഇൻട്രസ്റ്റും ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ഷോ ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഫൈൻ. പക്ഷേ അത് ആ ഒരു വ്യക്തിക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഇല്ല, ആളൊരു പ്രയോറിറ്റി നിങ്ങൾക്ക് തരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വരാം. അതിനെക്കുറിച്ചിട്ട് നമുക്ക് ചിന്തിക്കാം. എനർജീസ്, കാർഡ്സിൻ്റെ എനർജീസ് കുറിച്ചിട്ട് നമുക്ക് ഈ ഒരു കാർഡ് തന്നെ വെച്ചിട്ട് നമുക്ക് ഇത് ഏതാണ് എടുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലിഫൈഡ് ടാരോട്ടാണ് കേട്ടോ. ഇപ്പോൾ ഡെക്കിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഈ ഡെക്സ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. റീഡിങ്സ് ഒക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ. കാരണം ഇതിൽ മീനിങ്സ് വരുന്നുണ്ട് ഒത്തിരി. ഈ കാർഡ്സിൻ്റെ മീനിങ്സ് ഇതിൽ എഴുതിയിട്ടുണ്ടാവും. കണ്ടില്ലേ? ബട്ട് മീനിങ്സ് എഴുതിയിട്ടുണ്ടെങ്കിലും ഇത് ജനറൽ ആയിട്ടുള്ള മീനിങ്സുകളാണ് കേട്ടോ. പക്ഷെ നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ടാണ് നമ്മളെപ്പോഴും റീഡിങ് ചെയ്യുന്നുള്ളത്. ഒരിക്കലും കാർഡ്സിൻ്റെ മീനിങ് വെച്ചിട്ട് നമുക്കൊരിക്കലും ഇത് കണ്ടില്ലേ, കാർഡ്സിൽ ഒത്തിരി എഴുതിയിട്ടുണ്ട്. ഇതിൽ ഇവർ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടാവും. കണ്ടില്ലേ? നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് മസ്റ്റായിട്ട് ബൈ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇത്. ഇതാണ് അതിൻ്റെ കവർ വന്നിട്ട് ഫ്ലിപ്പിൽ വരുന്നുള്ളത്. സിംപ്ലിഫൈഡ് ടാരോട്ട് ബൈ ജാസ്മിത് കൗറോ അങ്ങനെ കണ്ടാണ് വരുന്നുള്ളത് പേജ്. പക്ഷെ ഒരിക്കലും ടാരോട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അത് പഠിക്കാൻ ഒരു ഹിതം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അത് ഞാൻ ഇപ്പോഴേ പറയാം. ഞാനായിട്ട് ഒരു ടാരോട്ട് കാർഡ് റീഡിങ്സും പഠിപ്പിക്കുന്നില്ല. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റീഡിങ്സ് പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത്. പക്ഷേ ഞാൻ പഠിപ്പിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ഡെക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു ഡെക്ക് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ ടാരോട്ട് റോങ് ആയിട്ട് റീഡ് ചെയ്ത് ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഒരു പെയിൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു കർമ്മയായിട്ട് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയത്തില്ലെങ്കിൽ റീഡിങ്ങിന് നിൽക്കാതിരിക്കുക. പിന്നെ ചുമ്മാ ചെറുതായിട്ടൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും ആരും നല്ലൊരു അക്യുറേറ്റ് ആയിട്ടുള്ള റീഡേഴ്സ് ആവില്ല. കുറേ നാളത്തെ എക്സ്പീരിയൻസ് അതിന് ആവശ്യമാണ്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഒരു ലൈഫാണ് നമ്മൾ വെച്ചിട്ട് കയ്യിലിങ്ങനെ അമ്മാനമായിട്ട് റീഡിങ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതിൽ അവർക്ക് ഒത്തിരി പെയിനും കാര്യങ്ങളും കാണും. ഒരുപക്ഷെ നമ്മൾ പറയുന്ന ആ ഒരു വേർഡ്സ് കൊണ്ട് അവർക്ക്. അപ്പോൾ അത് അക്യുറേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കർമ്മഫലം നമ്മളായിരിക്കും ആദ്യം അനുഭവിക്കുക. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസ് ആരും ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് റീഡിങ്സ് അറിയുന്നില്ലെങ്കിൽ ആരെയും നിങ്ങൾ കാർഡ് വെച്ചിട്ട് ഗൈഡ് ചെയ്യാതിരിക്കുക കേട്ടോ. നന്നായിട്ട് പഠിച്ചതിന് ശേഷം ട്രൈ ചെയ്യാതെ. Why here is Three of Swords Divine? Please guide me universe. Please guide me divine. Please. Why here is Three of Swords? Knight of Cups. Knight of Cupsൻ്റെ എനർജീസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. അപ്പം ഈ ഒരു Knight of Cupsൻ്റെ കാർഡ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടം ഓഫ് ദി ഡെക്കിൽ ഡെവിലാണ് കേട്ടോ വരുന്നത്. ഡെവിൽ കാർഡ്. അപ്പം ഈ ഒരു കാർഡ്സിൽ മെയിനായിട്ട് എന്താ പറയുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്നില്ല.
ഈ 2 കാർഡ്സ്. ഈ ഒരു വ്യക്തി കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്നില്ല. അപ്പോൾ കമ്മിറ്റഡ് ആയിട്ട് ഇരിക്കുന്നില്ല, ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. നിങ്ങൾക്കറിയില്ല ഈ റിലേഷൻ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഇല്ല. ആളെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുന്നില്ല ഈ റിലേഷനെ കുറിച്ചിട്ട്. ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഈ ഒരു ടൈമിലുള്ളത്. വളരെ ഹാർട്ട് ഫേൾട്ട് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് നിങ്ങളിവിടെ നിൽക്കുന്നുള്ളത്. ക്ലിയർ ആയിട്ട് പറയാം. അപ്പം ശരിക്കും അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മളിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് റിലേഷൻഷിപ്സ് മടുത്തു പോകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ളൊരു പ്രയോറിറ്റി അവർ തരുന്നില്ല, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് തരുന്നില്ലെങ്കിൽ നമ്മൾ ശരിക്കും മടുത്തു പോകുന്നുണ്ടാവും. സോ നിങ്ങൾ വളരെയധികം ഹേർട്ടാണ്. ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു ഓൺ ആൻഡ് ഓഫ് എനർജീസ്, അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാതെ വരുന്നുള്ള ഈ ഒരു സ്നേഹ പ്രകടനങ്ങളും കാര്യങ്ങളും അതൊക്കെ നിങ്ങളെ വല്ലാതെ സ്ട്രെസ്സിലേക്ക് എത്തിക്കുന്നുണ്ട്. ശരിക്കും ആളുടെ മനസ്സിൽ എന്താണ്, അവരെന്താണ് ശരിക്കും ഈ റിലേഷൻ കൊണ്ട് ആഗ്രഹിക്കുന്നുള്ളത് എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്കില്ല. കാരണം ചില സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും യെസ് ആ ഒരു വ്യക്തി എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ചില സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഈ ഒരു വ്യക്തിക്ക് എന്നോട് ഒരു സ്നേഹവും ഒരു അഫെക്ഷനും ഇല്ല, ചുമ്മാ ഒരു പ്രാക്ടിക്കലായിട്ടാണ് ഈ ഒരു റിലേഷനെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഞാനെന്നുള്ള ഒരു വ്യക്തിക്ക് ഒരു ഇമ്പോർട്ടൻസും ഇല്ല എന്നുള്ളൊരു എനർജിയിലായിരിക്കും നിങ്ങളോട് ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒത്തിരി എഫേർട്ടുകൾ ഒരു പക്ഷേ നിങ്ങൾ എടുത്തിട്ടുണ്ടാവാം. പക്ഷേ ഒത്തിരി അധികം ഇപ്പം നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഒത്തിരി എഫേർട്ടുകൾ നിങ്ങൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ടില്ല. കാരണം എന്താണ്, നിങ്ങൾക്കിനി ഡൗൺ ആയിട്ടിരിക്കുക എന്നുള്ളൊരു എനർജിയിലാണ് നിങ്ങളിവിടെ നിൽക്കുന്നത്. ഡൗൺ ആണ് നിങ്ങൾ, പക്ഷേ എഫേർട്ടുകൾ ഇടുന്നില്ല. എഫേർട്ടുകൾ ഇടയിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രെയർ ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഒരു കണക്ഷൻ എൻഡായി പോയിട്ട് നിങ്ങൾക്ക് നല്ല പെയിൻ ഉണ്ട്. നിങ്ങൾ പ്രെയർ ചെയ്യുന്ന ഒരു എനർജീസാണ് എനിക്കിവിടെ കാണുന്നത്. വൈ ഹിയർ ഈസ് ഹയർ ഓഫ് ആൻഡ് ഡിവൈൻ. ഫോർ ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ കാർഡ് നമുക്ക് 2 ടൈം ഇവിടെ കിട്ടിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് സ്റ്റിൽ ഈ ഒരു കണക്ഷൻ വേണം. അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ, മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും, ഇവരിങ്ങനെ ഒരു സ്റ്റബൺ ആയിട്ടുള്ള ഒരു എനർജി ഇരിക്കുമ്പോൾ പോലും നിങ്ങൾ സ്റ്റിൽ ഈ ഒരു കണക്ഷൻ വേണം, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാം. അതുകൊണ്ട് സ്റ്റിൽ നിങ്ങൾ ഇവർ ഇത്രയൊക്കെ ഹേർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ ലൈഫിലേക്ക് ഇവർ വേണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമ്മൾ റീഡിങ്സിൽ ഫീലിങ്സ് ആണെങ്കിൽ പോലും, പക്ഷേ ഇതിൽ പ്രത്യേകിച്ച് ഫീലിങ്സോ ഇമോഷൻസോ ഒന്നും തന്നെ ആളുടെ നമുക്ക് കാണാനില്ല. നിങ്ങൾക്ക് സിറ്റുവേഷൻസ് മാത്രമാണ് കാണാൻ പറ്റുന്നുള്ളത് നിങ്ങളുടെ റീഡിങ്ങിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ സിറ്റുവേഷൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളത്. കാരണം എന്താ പറയുക, ആൾ ഭയങ്കരമായിട്ടും ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. നല്ല പ്രാക്ടിക്കലായിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കുന്നു, സെൽഫ് ലവ് ചെയ്യുന്നു. പക്ഷെ ഉള്ളിൽ ആൾക്കുണ്ട്, നിങ്ങളെന്നുള്ളൊരു വ്യക്തി ഉണ്ട്. പക്ഷെ അതിനെ ബാലൻസിങ്ങിലാണ് നിർത്തിയിരിക്കുന്നത്. ഇപ്പം കിങ് ഓഫ് കപ്സ് എന്താണ്? കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ആൾക്കാരുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്ത് വെക്കാനായിട്ട് ആൾക്കറിയാം, ബാലൻസ് ചെയ്യാനായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആളുടെ അത്ര എഫേർട്ടുകൾ എടുക്കുന്നുണ്ടാവില്ല. ബൈ ഹിയർ ഈസ് 9 ഓഫ് സോൾസ്, കിങ് ഓഫ് പെൻറ്റാക്കിൾസ്, ബോട്ടം ഓഫ് ദി ഡെക്ക്. കണ്ടില്ലേ, കുറേ കാർഡ്സുകൾ റിപ്പീറ്റേഷൻ വരികയാണ്. ഈ ഒരു കാർഡ്സൊക്കെ നമുക്ക് ഓൾറെഡി വന്ന 9 ഓഫ് സോൾസിൻ്റെ കാർഡാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഫേർട്ട് ഇട്ട് ഈ ഒരു വ്യക്തിക്ക് അതൊരു ശീലമായിട്ട് മാറി. ഇവർക്കതൊരു ശീലമായി. അതുകൊണ്ട് ഇവർ വിചാരിക്കുന്നത് നിങ്ങൾ വീണ്ടും എഫേർട്ട് ഇടട്ടെ എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. നിങ്ങൾ വീണ്ടും എഫേർട്ട് ഇടട്ടെ, ഞാൻ എത്ര ഡൗൺ ആണെങ്കിലും ഞാൻ അങ്ങോട്ടേക്ക് പോയി എഫേർട്ട് ഇടത്തില്ല, നിങ്ങൾ എഫേർട്ട് ഇട്ട് വരട്ടെ എന്നുള്ളൊരു ചിന്തയിലും ഈ ജോയിലുമാണ് ആളിവിടെ ഇരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഈ 2 കാർഡ്സും സിമിലർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല? ഇത് 2 സിമിലർ കാർഡ്സുകളാണ്. അപ്പം ഈ ഒരു കാർഡ്സിനെ ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത് ഈ ഒരു കാർഡ്സ് തന്നെയാണ്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പെയിൻഫുൾ എൻഡിങ് ആണ് ഈ റിലേഷനിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ പോലും എന്താണ് പറയുക, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു കണക്ഷൻ ഉണ്ടായതെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരു പക്ഷേ നിങ്ങൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലായിരിക്കാം ഈ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതിനുപരി, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെമ്മറീസും മൊമെൻറ്റ്സും ഒക്കെ ഈ ഒരു വ്യക്തി കോൾ ബാക്ക് ചെയ്യുകയാണ്. എനിക്കത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നല്ലൊരു രീതിക്ക് നിങ്ങളുടെ ഒരു പക്ഷേ നിങ്ങളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു റീഡിങ് കാണുന്നത്. നിങ്ങളൊരു പക്ഷേ 3 ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പം അങ്ങനെ ഇരിക്കെ നിങ്ങൾ 3 പേരും 3 വഴിയിലേക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവാം. അതുകൊണ്ട് ആ ഒരു വ്യക്തി ഈഗോയിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും, ഒരു എഫേർട്ട് ഇടുന്നില്ല, നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടെ എന്നുള്ള രീതിക്ക് ഇരിക്കുകയായിരിക്കും. പക്ഷേ ആ ഒരു വ്യക്തിയും എന്താ പറയുക, വളരെ സ്റ്റബേൺ ആയിട്ടുള്ള എനർജിയിൽ ഇരിക്കുമ്പോൾ പോലും ആള് ആ ഒരു പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്, റീയൂണിയൻ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടാനായിട്ട് തയ്യാറല്ല.
ടു ഓഫ് കപ്സ്. ഒരുപക്ഷെ നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ കണക്ഷൻസും കാര്യങ്ങളും ഉണ്ടാവാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളുടെ ഇടയിൽ 2 വ്യക്തികൾ ഉണ്ടായിരിക്കാം. ഈ 2 ലൈക്ക് അതുകൊണ്ട് തേർഡ് പാർട്ടി ചൂസ് ചെയ്യണോ, നിങ്ങളെ ചൂസ് ചെയ്യണോ എന്നുള്ള രീതിക്കൊക്കെ ഉള്ള എനർജീസ് കൊണ്ടൊക്കെ ആയിരിക്കാം, അല്ലേ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരിക്കാം ആൾ നിങ്ങളെ ഉപേക്ഷിക്കാം എന്നുള്ളൊരു എനർജിയിൽ നിന്നിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ടാവും. കാരണം ഇവിടെ കിങ് ഓഫ് കപ്സ് എഗെയിൻ വന്നിട്ടുണ്ട്. ഇവരുടെ ഫീലിങ്സ് ആണ്. കിങ് ഓഫ് കപ്സ് തന്നെ ഇവിടെ നമുക്ക് ഈ വെക്കിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇവർ ഫീലിങ്സും ഇമോഷൻസും ഉണ്ട്, ഇവർക്കും പെയിൻ ഉണ്ട് നന്നായിട്ട് ഈ ഒരു കണക്ഷൻ എൻഡ് ആയതിൽ. പക്ഷേങ്കിൽ എഗെയിൻ ആ ഒരു കാർഡ്സ് 9 ഓഫ് സോർഡ്സ്. പക്ഷെ ആ ഒരു പെയിനെയൊക്കെ ഇവർ ശരിക്കും സപ്രസ് ചെയ്ത് വെക്കുകയാണ്. ഇതിലെനിക്കൊന്നും പറയാനില്ല കേട്ടോ, കാരണം എനിക്കൊരു ഗൈഡൻസ് എനിക്ക് തരാനില്ല. കാരണം കാർഡ്സ് റിപ്പീറ്റേഷനാണ് വന്നിട്ടുള്ളത്, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. അപ്പം ഒരാൾ സ്റ്റബോൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാർഡ്സ് നമുക്ക് ജസ്റ്റ് റീഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്കൊരു ഗൈഡൻസും ഇവിടെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അത് അവർ തന്നെ ചേഞ്ച് ആവണം. അപ്പം പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഗൈഡൻസ് തരാം. ഈ റിലേഷനിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. സ്റ്റിൽനെസ്. നിങ്ങളോടിപ്പം നിങ്ങൾ എത്ര ഡൗൺ ആയാലും എത്രയൊക്കെ ചാലഞ്ചസ് നിങ്ങൾക്ക് വന്നാലും നിങ്ങൾ കാമായിട്ടിരിക്കാനാണ് ഡിവൈൻ ഇവിടെ പറയുന്നത്. സോ നിങ്ങളിപ്പം അനുഭവിക്കുന്ന ഈ ഒരു സ്റ്റിൽനെസ് മുന്നോട്ടുള്ള കാര്യങ്ങളുടെ ഒരു എന്താ പറയുക, മുന്നോട്ട് നിങ്ങളുടെ മുന്നിൽ റിവെയിൽ ആവാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്കുണ്ടാവുമല്ലോ മുന്നോട്ടേക്കുള്ള, ആ ഒരു കാര്യങ്ങളിലേക്കുള്ള ഒരു പടിയാണെന്നാണ് ഇവിടെ പറയുന്നുള്ളത്. ഓക്കെ, അപ്പം സ്റ്റിൽനെസ്, കാമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളും വന്നാലും നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് മൈൻഡ് ഡൈവേർട്ട് ചെയ്യുക. ഈ ഒരു ചാലഞ്ചസിനെ നിങ്ങൾ ഓവർകം ചെയ്യാനാണ് ഡിവൈൻ ഇവിടെ പറയുന്നത്. കാരണം ഇറ്റ്സ് എ കർമ്മ, ലോ ഓഫ് കർമ്മയുടെ എനർജിയാണ്. റീപ്പിംഗ് വാട്ട് യു സോ. നിങ്ങൾ എന്താണോ കൊടുത്തത് അതാണ് നിങ്ങൾ റിസീവ് ചെയ്യുന്നതെന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഓക്കെ ഫൈൻ, അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ എന്താ ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്തത്, എന്താണ് ഞാൻ ആ ഒരു വ്യക്തിക്ക് വേണ്ടി, ഞാൻ അയാൾക്ക് വേണ്ടിയിട്ട് എത്ര എഫേർട്ടുകളും കാര്യങ്ങളും ഈ റിലേഷനിൽ എടുത്തു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, അതങ്ങനല്ല. ഇത് ഒരു പക്ഷേ ഇവരിപ്പോൾ ഫേസ് ചെയ്യുന്നത് 2 തരത്തിൽ പറയാം. ചില ആളുകൾക്കൊക്കെ ഇത് നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ഈ ഒരു വ്യക്തിയോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ കർമ്മഫലമായിരിക്കാം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ഈ ഒരു കാർമിക് ഫേസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഈ ഒരു കാർമിക് ഫേസുകൾ ഡീല് ചെയ്യണം എന്നുള്ളൊരു കോൺട്രാക്റ്റ് ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കാം, സോൾ കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു കർമ്മ ഈ ഒരു ടൈമിൽ ഫേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇപ്പം നടക്കുന്നത് എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത് കർമ്മയാണ് മസ്റ്റായിട്ടും. അത് ഒരു തരത്തിലല്ലെങ്കിൽ നിങ്ങൾക്ക് ആശ്വസിക്കാം. നിങ്ങളിപ്പം ഡൗൺ ആയിട്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ആശ്വസിക്കാം. നിങ്ങൾ ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയോട് ഈ സെയിം കാര്യമായിരിക്കും പാസ്റ്റ് ലൈഫിൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും അതിൻ്റെ ആ ഒരു പെയിൻ നിങ്ങൾക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ മനസ്സിലാക്കാനായിരിക്കും ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്, നിങ്ങളിപ്പോൾ കിടന്ന് ഈ ഒരു അനുഭവിക്കുന്ന കാര്യങ്ങളും ഒക്കെ. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ ഒരു വ്യക്തിക്ക് ഫേസ് ചെയ്യാനുള്ള കർമ്മങ്ങളായിരിക്കും. അതായത് നല്ലൊരു റിലേഷൻഷിപ്പ് ആളുടെ മുന്നിലുണ്ടെങ്കിലും അത് അനുഭവിക്കാനുള്ള യോഗമില്ല. മറ്റുള്ള കാർമിക്സുമായിട്ട് ഡീൽ ചെയ്ത് അവിടെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു പെയിനിലിരിക്കാനായിരിക്കും ഒരു പക്ഷേ ഒരു വ്യക്തിയുടെ യോഗം. അങ്ങനെ 2 തരത്തിലുള്ള എനർജീസാണ് അക്കോർഡിംഗ് ടു യുവർ സിറ്റുവേഷൻ. നിങ്ങളുടെ സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു റീഡിങ്ങിനെ എടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ തന്നിട്ടുള്ള ഒരു ഗൈഡൻസിനെയും ആ ഒരു രീതിക്ക് എടുക്കാം. ഡിവൈൻ ഇവിടെ പറയുന്ന വേറൊരു ഗൈഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എന്ന് പറയാൻ നിങ്ങളൊരു ക്രോസ് റോഡിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇതൊരിക്കലും ഒരു ഡെഡ് എൻഡ് അല്ല, ഇതൊരു അവസാനം അല്ല റിലേഷൻഷിപ്പിൻ്റെ. ഓക്കെ, ഇത് ലൈഫിൽ ഒരു ക്രോസ് റോഡ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പവർ, അല്ല നിങ്ങൾ വിശ്വസിക്കുന്ന ഡിവൈനിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. എന്ത് സംഭവിക്കുന്നോ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് ട്രസ്റ്റ് ചെയ്യുക. സോ ഡൗൺ ആവാൻ പാടില്ല. എപ്പോഴും ആ ഒരു കാമായിട്ടുള്ളൊരു എനർജിയിൽ നിൽക്കുക. അപ്പം നിങ്ങളുടെ മുന്നിൽ ശരിക്കുമായിട്ടുള്ള കാര്യങ്ങൾ ആക്ച്വലി എന്താണ് കാര്യങ്ങൾ എന്നുള്ളൊരു ക്ലാരിറ്റി ഡിവൈൻ നിങ്ങൾക്ക് കൊണ്ട് തരുന്നുണ്ടാവും. മെഡിറ്റേഷനൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,
കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ബെല്ലൈക്കൻ ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ആർക്കെങ്കിലും എൻ്റെ അടുത്തൊരു പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. വാട്സപ്പ് കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി കോളുകൾ വരാറുണ്ട്, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങളൊക്കെ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ എല്ലാവരുടെയും മെസ്സേജസ് ക്ഷമയോട് കൂടി ഇരുന്ന് കേൾക്കാറുണ്ട് കേട്ടോ. നിങ്ങളുടെ അവസ്ഥകൾ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് മെസ്സേജ് എത്ര നേരത്തെ വോയിസ് ഇട്ടാലും ഞാനതെല്ലാം കേട്ടിട്ടായിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ടാവുക. അപ്പോൾ അതോർത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ താങ്ക് യു.